സാറൊക്കെ എന്തടക്കാം ഇത് ഇതാവുന്നില്ല എന്തിരു ചന്ദ്രു ഇതൊന്നുമല്ല വാ പറഞ്ഞുതരാം എല്ലാം പറഞ്ഞുതരാം വാ. நீ பழைய மாதிரி அவங்கள மாதிரி லாக் பண்ணிட்டியோன்னு பயந்துட்டேன். இது ஓல்டு ரிங் டோன் ஆச்சு. சந்திர இது என்ன செல்லா? സെല്ല മീറ്റിംഗ് ഓക്കെ വാ. അയ്യോ ടാച്ചൽ റൂമാ. കേറ് വാ ഇതൊക്കെ ചെറുത്, നീ അവിടെ ഇരി. ഉക്കാந்துക്കணுமா? ആ ஓகே. என்ன எதுவும் செய்ய மாட்டீங்களே? ഇല്ല ഒന്നും ചെയ്യില്ല. അല്ലല്ല ഇരുന്ന് സംസാരിക്കാം, നീ ഇരി. ഉക്കാർ എല്ലാം ഇരുന്ന് സംസാരിക്കാം. நீங்க வேணா மேல உட்காந்துக்கோங்க பாஸ். ആ ഇല്ല ഞാൻ ഇവിടെയൊക്കെ ഞാൻ നിന്ന് സംസാരിക്കാടാ. ഒരു SRK വിളിച്ചിട്ട് SRK വിടറാ. SRK നേരം ഫോൺ അങ്ങെടുത്ത് കളഞ്ഞപ്പോ ശ്വാസമായി. അയ്യോ SRK പറയാൻ തരൂ. ആ വാളിങ്ങട് வாளா ഒരുത്തന അറക്കമുണ്ട്. ഞാൻ നിന്റെ അടുത്ത് എന്തറാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നീയേ 2 കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് അങ്ങേര് നിനക്ക് കുടിക്കാനും വാങ്ങി തന്നപ്പോഴത്തേക്കും നീ ഉള്ളതെല്ലാം അവിടെ പോയി കമത്തിയല്ലേ? അതല്ല പിന്നെ അവര് എന്റെ ഫ്രണ്ട് പോലെ സംസാരിച്ചാரு. ഫ്രണ്ട് പോലെ സംസാരിച്ചു കഴിഞ്ഞാ പറയൂല്ലേ? ഞാൻ പറയല, അത് ഞാൻ ബോധയില ഇരിക്കുമ്പോ ഏതോ വളറിട്ടെ. നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ ഒരു മനുഷ്യന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല, അറിയാവോ? ഇത് ഒരു മനുഷ്യന്റെ അടുത്ത് ഇതെല്ലാം പ്രശ്നമായപ്പോഴാണ് ഞാൻ എല്ലായിടത്ത് പറയാൻ തുടങ്ങി, അറിയാവോ എനക്ക്? എല്ലാവർക്കും അറിയുമോ? ഞാനൊരു കാര്യം പറയട്ടാ, ഒരു 10-14 പേര് എനിക്കെതിരെ നിൽപ്പുണ്ട് അവിടെ ടിവിക്കകത്ത്. ചന്ദ്ര കണ്ണെടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങേരിക്ക് അതുപോലെ അങ്ങേര് നിന്നെ വെച്ച് കുറെ പ്രൂഫും ഉണ്ടാക്കി. ഒസാമയുടെ അടുത്ത് പോയി മുത്തുവിനെ തപ്പി നടക്കുന്നുണ്ട്. ഗണ്ണിന്റെ എണ്ണം എടുത്ത് ഫുള്ള് കാര്യങ്ങളെടുത്തവര് ഡാറ്റ എങ്ങനെയൊക്കെ തപ്പി, എങ്ങനെ മുത്തുവിനെ പൂത്തി എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് മുത്തുവിനെ. നീ എന്തിനടാ ഈ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതാക്കാൻ പോണേ? ഞാൻ നിന്റെ അടുത്ത് അന്ന് ആ ഡീല് നടത്തപ്പോ എന്താണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേ? ഇത് വെളിയിൽ ആരും അറിയല്ലേ, വെളിയിൽ അറിഞ്ഞ ഇത് സീനാവുന്നില്ല എന്ന് പറഞ്ഞേ. ஆனா அவட அவரு இருந்தாரு. எனக்கு அப்படி சொல்லிதான் என்கிட்ட எல்லா உண்மையும் வாங்கினாரு. அதாவது அவட வாசல்ல வந்து நான் இருந்தது, உனக்கு எனக்கு எல்லாம் அறியும், நீ ஒழுங்கா உண்மையை பர, எனக்கு அறியும், ஆனா எனக்கு ப்ரூஃப் வேணும்னு சொல்லிட்டு அவர் எல்லா உண்மையும் கேட்டாரு. அப்பதான் நான் எல்லாமே பறஞ்சேன். அப்புறம் எனக்கு கல்லும் கொடுத்து ஒரு ஃப்ரெண்டு போல சம்சாரிச்சாரு. சரி, உன் கூட இருக்கிறதுனால நானும் அது மைண்ட் ஆக்கல. சரி ஃப்ரெண்டு தானே, ചന്ദ്രയുടെ ഫ്രണ്ടിന് എന്ത് പ്രശ്നവും ഇല്ല. ഇപ്പൊ SRK മാതിരി അവരും അവിടെ ഇരുന്നാറല്ല. ഇപ്പൊ അതാ പറയാ വര. എന്നിട്ട് എന്താ പറഞ്ഞത് കോച്ചിന്റെ അടുത്ത്? നീ எதுவும் இல்ல, 20 guns அந்த சேல் தான் நான் പറഞ്ഞ, வேற எதுவுமே പറയല. എന്താ പറയണല്ലേ? അല്ലടാ സാർക്ക്, വേറെ ഇനി എന്തിനു പറയാ? ഇനി കൂടുതലൊന്നും പറയാനില്ല. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, പീറ്റർ അണ്ണനെ തൊട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആർക്കാണ്? அது எனக்கு நிறைய அசிஸ்டன்ஸ்ல இருக்காங்க. இப்போ நானே உன்ட்ட പറയணும், சத்தியமா சொல்லணும், முத்துப்பாண்டி எவ்வளவுல இருந்து நான் விழிச்சேன், அது போல நிறைய ஃப்ரெண்ட்ஸ் உண்டு எனக்கு. ഓക്കെ, அந்த ഫ്രണ്ട്സ് കോച്ചിന്റെ കൂടെ തന്നെ കടത്തി. കോച്ചിന്റെ ഫ്രണ്ടിനെ നിന്റെ ഫ്രണ്ട് കടത്തി. അതെ അതെ അതെ
நான் ஸ்கெட்ச் போட்டு இட்டு அதாவது ഇവിടെ இருந்து ഫോൺ இருந்தது. எனக்கு ஃபோன் ரேடியோ குடுத்தாங்க. ആ, நான் ഇവിടെ നിന്ന് ஃபோன் செய்து, "അവിടെ இருக்கும் பாரு ஒரு ஃப்ரெண்டு கோச்சுக்குள்ள யார் இருக்கான்னு നോക്ക്." அப்ப அவன் പറഞ്ഞു "ஏஜி അവിടെ இருக்குன்னு" പറഞ്ഞു. ആ, சரி அவன கிட்னாப் ஆக்கு. கோச் ஆட்டோமேட்டிக்கா நம்ம கிட்ட வரும்ன்னு പറഞ്ഞു. ആ. ஆட்டோமேட்டிக்கா என்கிட்ட வந்து സംസാരിച്ച് எல்லாம் செட் ஆக்கி போய். സെറ്റാക്കി പോയി. அப்புறம் இவன் ஓவரா சம்சாரிச்சு, இவன் என்ன இன்னும் கோவத்துக்கு ஆளாக்கிட்டான். அவன் வந்து கோச் ரொம்ப கோவப்பட்டு, தேசியமாயி என்ன வந்து இல்லாத எல்லாம் அடிச்சு, என்ன ரொம்ப சித்திரவதை பண்ணி எனக்கு ஸ்லீப்பிங் பில்ஸ் குடுக்குறேன்னு சொல்லி ഏയ് പറഞ്ഞ് കുടുത്താரு. ഞാനൊരു കാര്യം പറയട്ടാ. ആ. അന്ന് ആ പ്രശ്നത്തിന് ശേഷം വാസുവേട്ടൻ നല്ല കലിപ്പിലായിരുന്നു. കലിപ്പെന്ന് പറഞ്ഞാൽ അന്യായ കലിപ്പിലാണ് ഗ്യാങ് ഹൗസിലോട്ട് വന്ന് കയറിയത്. സത്യം. മനസ്സിലായ? വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ. എന്നിട്ട് നിന്റെ കൂട്ടരെ പുറത്തിറങ്ങിയാൽ ചാവും, കൺഫേം ചാവും. അവന്റെ മരണമാ അത്. അവനെ എവിടെയാ നീ ഇരിക്കണം അവിടെ കുഴിച്ച് മൂടനായിരിക്കും ഏറ്റവും നല്ലത്. இங்க பாரு சந்திரா, எனக்கு வந்து அவன் வந்து வெறும் வந்து ஒரு ஹெல்ப்பர் தான். ஓகேவா? എടാ எனக்கு நீ தான் முக்கியம். அவன் வேணும்னா சொல்லு, நான் உனக்கு அவன் தலைய தரேன். തല உனக்கு വേണ്ട. வேணுமா அவன்? അല്ല എനിക്ക് അവനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണം. ഇപ്പൊ വേണ്ട എനിക്ക്, പക്ഷെ എനിക്ക് വേണം അവനെ. നീ എനിക്ക് வேணும்னா അവന്റെ தரேன். നീ അവന്റെ തല നീ പൊതിഞ്ഞോണ്ടെന്ന് പറഞ്ഞ തല ഞാൻ വെട്ടിയെടുത്തോളാം. നീ എനിക്ക് ആളെ തന്നാ മതി. എടാ എന്ത് ഡയലോഗ് അടിക്കണ വാസോണിന്റെ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ம். ഇവിടെ ഒരു ടിവിയുടെ വണ്ടിയിൽ ഇടിക്കുന്നതിനെ 10 എത്ര വലിയ ഗ്യാങ് ആയാലും അവന്മാരെ മുഴുവൻ എല്ലാത്തിന്റെ അടിച്ച് തലയെ വെട്ടി കീറിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അന്നേരം പോയിട്ട് വാസോട്ടന്റെ അടുത്ത് മാസം അടിക്കണ. இல்லடா அவன் எனக்காக செய்துட்டான்டா. அதான்டா பிரச்சனை. ஆனா அவனுக்கு அறியல யாரு നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ മാറി. മനസ്സിലായ? நான் விசாரிக்க மாட்டேன்னு உனக்கு அறியலடா. நான் சத்தியம் പറയணும்னா அவன் வந்து என்ன பண்ணானா எனக்கு ரொம்ப விசுவாசமா இருந்துட்டான். அதான் பிரச்சனை அவட. என்ன தொட்டுனால அவனுக்கு தேசியம் வந்தது. அவ்வளோ க்ளோஸ் ஞானம் அவனும். ഞാനൊരു കാര്യം പറയട്ടാ. ஆ. അപ്പൊ ഇനി വേറെ വഴിയൊന്നുമില്ലടാ പീറ്ററെ. നിനക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ஆ. ഒന്ന് നിനക്ക് ഞാൻ അങ്ങ് അറ്റരിക്കണ മെഷീൻ ഓണാക്കി തരാം. അതിൽ കൊണ്ട് കഴുത്ത് വെച്ച് ഭരിക്കുക. അതെ. രണ്ടാമത്തെ ഓപ്ഷൻ കറണ്ട്. ഇത് ആ സാധനം ഓണാക്കി അതിൽ കയറി പിടിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് പേപ്പറില്ലേ അത് തൊണ്ടയിലോട്ട് കുത്തി ഇറക്കി ശ്വാസം മുട്ടി മരിക്കുക. നാലാമത്തെ ഓപ്ഷൻ കത്തി കഴുത്തെടുത്ത് മരിക്കുക. പിന്നെ അഞ്ചാമത്തെ ഓപ്ഷൻ ഇച്ചിരി ടാസ്ക് ആണ്, അയൺ ബോക്സ് ആണ്. ചന്ദ്ര நம்ம സംസാരിക്കുന്നതാണ് ഇവിടെ വന്ന്. ആറാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓ അത് സൽ. ആറാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുക. നിനക്ക് പുറം ലോകം കിടയാത്. നിനക്ക് അന്ത ജയിൽ, നീ വിട്ട് ഇന്ത ജയിൽ. ஐயோ நான் இந்த ஊர் விட்டு கிளம்பிடுறேன். நான் ஏர்போர்ட்ல ஏத்தி விடுறா. நான் விசா எடுத்துட்டேன். ഞാൻ கிளம்புறேன் இப்போ. എന്നെ വിട്. അല്ല ഇവ എങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അയ്യേ സാർക്ക് എവൊന്നും ചെയ്തില്ലല്ലോടാ, കൊണ്ട് പറയിപ്പിച്ചല്ലേ. പക്ഷെ കാര്യങ്ങളൊന്നും കലങ്ങി തെളിയാതെ ഇവ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ എന്തൊരു. എടാ ഞാൻ കാര്യം പറയട്ടെ. നീ എന്താ ഞാൻ ചോട്ടെ, ഞാൻ കാര്യം ചോദിക്കട്ടെ. നീ എന്തൊക്കെയാ കോച്ചിന്റെ അടുത്ത് പറഞ്ഞത്? തെളിവാ சொல்லு. தெளிவா சொல்லு. தெளிவா அவர்கிட்ட நான் எதுவுமே தெளிவா பறையல. ஃபர்ஸ்ட் ஆஃப் ஆல் ஓகேவா? ஃபர்ஸ்ட் என்ன பிடிச்சப்போ அவர் கேட்டார், மாட்டிக்கிட்டியா என்கிட்ட, ஒழுங்கா உண்மையெல்லாம் பாரு அப்படின்னு சொல்லிட்டு ஃபர்ஸ்ட் டே வந்து என்ன செய்தாருன்னா உங்க லீடரை விழிச்சிட்டு அவட வந்து சாண்டியில ஒரு மேல வந்து எனக்கு வந்து ஸ்லீப்பிங் பஸ் அதாவது மயக்க ஊசி போட்டு அவட படுக்க வச்சிருந்தாரு. நான் அவடே இருந்தேன். அவட என்ன പറഞ്ഞன்னா உனக்கு என்ன தெரியும் அறியும் எல்லாமே கேட்டு கோச் அவட லீடர்கிட்ட எல்லாமே സംസാരിച്ച് எல்லாம் പറഞ്ഞു. அவர்கிட்ட நான் என்ன சொன்னேன்னா இது போல என்ன டீல், அவட என்ன நடந்தது, எத்தனை ஆட்கள் அவட உண்டு அப்படின்னு கேட்டாங்க. அப்ப ഞാൻ ഫസ്റ്റ് പറഞ്ഞു நானு ചന്ദ്രൻ அதுக்கப்புறம் அத்தனை உள்ள அப்படின்னு. அவ்வளோதான். அப்போ 2 பேர் தான் இருந்தீங்க. இன்னொருத்தர் யாரு அப்படின்னு கேட்டாங்க. எனக்கு அறியல, எனக்கு ஊர்மை இல்லை அப்படின்னு நான் பறஞ்சேன். அது கிளீனா அவங்க கிட்ட சொல்லவே இல்லை. நான் எதுவுமே கிளீனா சொல்லவே இல்லை. அதுக்கப்புறம் திருப்பி என்னை அடிச்சு சித்திரவதை பண்ணி டே 2 கேட்டாங்க. அப்ப நான் திருப்பியும்
என்ன அடி தாங்க முடியாத அவட அலீனா உண்டுன்னு நான் பறஞ்சிட்டேன். என்ன அலீனா அவட இருந்தது. அந்த டீல்ல அலீனாவும் இருந்தா. அதுக்கப்புறம் நீனும் இருந்த. அதுக்கப்புறம் அவட கேப், அதாவது ஒரு பிளாக் கேப் போட்டுட்டு, ஒரு கோட் சூட் போட்டு ஒரு புள்ள இருந்தது நான் பறஞ்சேன். അതാര് அப்புறம் என்ன டீல்? அதான் ஒசாமா. ആരുടെയൊക്കെ പേര് പറഞ്ഞ് അലീനയുടെ அலீனா அவட இருந்ததுன்னு பறஞ்சேன். വേറെ வேற അലി- யாரும் பறையல. അലീന മട്ടും തന്നെ ம். കൺഫേം. கன்ஃபார்ம். அதுக்கப்புறம் இது பறஞ்சேன். கிரீன் ஹேர். அவங்க அடிச்சது தாங்கல எனக்கு. சத்தியமா சொல்லணும்னா, இப்பதான் நான் சிரிக்கிறேன். സാർഗേ அவங்க என்ன അവന്റെ ரொம்ப വയറ്റിന്റെ அடிச்சாங்க. അകത്തൊരു കത്തിയാണ് അതിങ്ങടുത്താണ് യവനെ ഇന്ന് ഞാൻ എടാ നീ എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ. എല്ലാം പറഞ്ഞു കൊടുത്തു ചന്ദ്രു. ചന്ദ്രു വേറെ 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 ആരെ പേര് வேற யாரு பேரும் பறையல. என்ன எதுவும் செய்யாத சந்திரா. சத்தியமா எனக்கு வலிக்கும். இப்பதான் அடியெல்லாம் தாங்கிட்டு இவட வந்திருக்கு. ഓക്കെ ഓക്കെ வேற வந்து அந்த என்ன டீல் செய்தன்னு கேட்டாங்க. ஆமா, நான் தான் ஒரு டீல் செட் பண்ணி கொடுத்தேன். 20 கன் டீல். அது அத்தனை வேற எதுவும் பறையலண்ணா. அந்த 20 கன்ஸ் தவிர வேற என்னன்னு விசாரிச்சாங்க. வேற எதுவும் இல்லை, இதுதான் சொல்லிட்டு செட். அவள்தான், வேற எதுவுமே சொல்லலைண்ணா. അപ്പൊ നിന്റെ ഈ ഫോണില് കോച്ച് വിളിച്ചില്ല അതിനുശേഷം? என் ஃபோனை எதுவுமே விളിக்கல. അവർക്ക് എൻ നമ്പർ കൂടെ അറിയാതെന്ന് നിனைக்கிறேன். ഡേയ് നീ ഒരു ദിവസം ഹെൽപ്പ് എന്ന് എന്റെ നമ്പറിൽ ഇട്ടായിരുന്നില്ലേ? ஹெல்ப்பா? ആ ஆமா 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 ஆமா. ഹെൽപ്പ് എന്ന് പറഞ്ഞ അന്ന് വിളിച്ചപ്പോ നീ എന്തെടുക്കാത്ത? அது என்ன பிரச்சனைனா, அவங்க என்ன லவுட் ஸ்பீக்கர் போட்டு நீ സംസാരിக்கிறதெல்லாம் கேட்டாங்க. അന്ന് ഞാൻ വിളിച്ചപ്പോ എനിക്ക് സ്റ്റീവിന്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. ஸ்டீவ் பக்கத்துல இருந்து സ്റ്റീവ് ഉണ്ടായിരുന്നു. எல்லாமே இருந்தாங்க, கூடயே இருந்தாங்க. யாரൊക്കെ ഇരുന്ന് இந்த സിറ്റുവേഷനില്? സിറ്റുവേഷനിൽ മന്ദാരം கூட അവിടെ വന്നത്. ചന്ദ്രു ഇത് വേറെ അവിടെ, அதாவது அந்த என்னோட அசிஸ்டன்ட். എന്താ ഹെയർ சொல்லு ഞാൻ പറയാം. எனக்கு ஹேர் ஞாபகம் இல்லையே. பூனை ட்ரெஸ், பூனை எனக்கு அறியல சத்தியமா. பூச்சேர dress. அதுக்கப்புறம் ஹெல்மெட் போட்டு, அல்ல ஃப்ரண்ட்ல பூச்சான்னு நினைக்கிறேன். எனக்கு மனசுல ஆகல. മന്ദാരം പൂച്ച അത് തന്നെ മന്ദാരം. മന്ദാരം. വേറെ യാര്? സ്റ്റീവ്. രണ്ട് മന്ദാരം, സ്റ്റീവ്. അവിടെ அவங்க இருந்தாங்க. அதுக்கப்புறம் வேற யார் இருந்தாங்க അവിടെ? കളർ சொல்லடா. எந்தேലും கண்டு எந்தேலும் ட்ரெஸ் எது வேணும் சொல்லு. எனக்கு டக்குன்னு நீ கேட்டா எனக்கு ஞாபகம் வரல. கொஞ்சம் டைம் கூட. எனக்கு கொஞ்சம் മണിയും கூட. മണി കൊടുക്കാനാ? இல்ல அல்ல ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഇനി തരാടാ നിനക്ക് ഞാൻ മണി തരാടാ നിനക്ക് ഞാൻ തെണ്ടി. ഇതൊരു മണിയാ ചോദിച്ചത് ചന്ദ്രു. ഗൊമ്മാളെ நம்மால அவர் என்னன்னா திட்டுறாரு, நீனும் திட்டுற. അയ്യോ സോറി കളിക്കല്ല. നീ ചോരണ്ടല്ലേ ഇത് കുത്തി പൊളക്കിഞ്ഞേ എന്റെ സ്വഭാവം നടത്തണ്ട. അല്ല அவர் என்ன 10 minutes டைம் கூட எனக்கு എടാ ഒരു டக்குன்னு പണി ഏൽപ്പിച്ച ചെയ്യ അറിഞ്ഞൂടെ എന്റെ പീറ്ററെ? அல்ல நான் மறந்துட்டேன். ஒரு 10 minutes டைம் கொடுத்தா நான் எல்லாத்தையும் പറയും. 10 minutes 10 minutes. ഓക്കെ நான் திங்க் ചെയ്തിട്ട് ആ ചെയ് 10 മിനിറ്റ് തിങ്ക് ഇങ്ങൊന്ന്. ചന്ദ്രു ആ ചന്ദ്രു ഏ ഈ ഇവനിപ്പോ എല്ലാം പറഞ്ഞു. ആ എന്തായാലും ഇവൻ പറഞ്ഞത് വെച്ച് വാസുണ്ണ വിശ്വസിച്ചേക്കുന്നത് ചന്ദ്രു ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ്. ആ അപ്പം ഇതിപ്പോ ഇനി ചന്ദ്രു എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് വാസുണ്ണൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാ? പിന്നെ ഞാൻ പറഞ്ഞ ഇല്ല. വിശ്വസിക്കാണ്ട്. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല ചന്ദ്രു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചന്ദ്രനെതിരായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രു എനിക്ക് എടാ എനിക്ക് തോന്നുന്നത് എങ്ങനെയാ എതിരാവണേ? യവൻ ചാടി. യവനെ വെച്ച് ഇനി ചാടി. അവർക്ക് വേറെ പ്രൂഫ് എടുക്കാൻ പറ്റൂല. പറ്റൂല. പിന്നെ
കോച്ചിന്റെ എന്ത് പ്രൂഫൊക്കെയാ വേറെ ഉള്ളത്? കോച്ചിന്റെ യവൻ പറഞ്ഞ പ്രൂഫേ ഉള്ളൂ. ഒസാമേനെ ഞാൻ അതെ. എടുത്ത് ഒസാമേന്റെ അടുത്ത് കാര്യം പറഞ്ഞ് മുത്തുവിനെ പൂത്തി. പക്ഷെ ഇവനെ കൊണ്ട് ആരെങ്കിലും ചന്ദ്രുവിന്റെ ചേർക്കേ ആ എനിക്ക് നീയേ ഉള്ളൂടാ. അതത്രേ ഉള്ളു ചന്ദ്രു. പക്ഷെ ചന്ദ്രു ഞാൻ ഒരു നീ കാര്യം കൂടി പറയട്ടെ എന്നെ ഊമ്പിച്ച. ചന്ദ്രു. ഇല്ല ചന്ദ്രു, നമ്മള് കൂടെ നിൽക്കുന്നവരെ ചതിക്കത്തില്ല ചന്ദ്രു. വാക്ക് കൊടുത്ത കൊടുക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രമേ അമ്മാമേലെ കൊടുക്കാറുള്ളൂ. സത്യം பண்ண അമ്മാമേലെ ചന്ദ്രു ഞാനേ അങ്ങനെ ആർക്കും അങ്ങനെ അമ്മാമേലെ സത്യം പണ്ടറാ. അമ്മയാണ് സത്യം. ചന്ദ്രു കൈത്തൊട്ട് സത്യം ചെയ്. തൊട്ട് തൊട്ട് ചന്ദ്രു ആ സത്യം. ചതിക്കല്ലേ. ഒരിക്കലും ചതിക്കത്തില്ല ചന്ദ്രു. ആ വാക്ക് പറഞ്ഞ വാക്കാ. ഓക്കെ 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 ഓക്കെ. എടാ മറ്റവന് ഓർമ്മ ഒന്നും തോന്നണം ഇനി. ചന്ദ്രു ഞാൻ ഇത് ആക്കണ നല്ലതല്ല. ഇതിപ്പം ആ പറ പറ. പോയിട്ട് അല്ല ചന്ദ്രു, ആ. ഈ ഇവനെ കൊണ്ട് ആരെങ്കിലും പറയിച്ച ആണെന്ന് വാസുകൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ? ഇവനെ കൊണ്ട് ചന്ദ്രനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഇവനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചതാണ്, ചന്ദ്രു ആണ് ഇതെല്ലാം ചെയ്തത്, ഇതിന്റെ പിന്നിൽ ചന്ദ്രു ആണെന്ന്. ഒരു വഴിയുണ്ട്. ഇങ്ങ ഒന്നൊരു കാര്യം പറഞ്ഞു. ഹലോ, ആ പറയട്ടുமா? കത്തിയിട്. ஃபர்ஸ்ட் ஆ. ஃபர்ஸ்ட் ம். அந்த முடி முடி வந்து லைட்டா ப்ளூ ப்ளூ பப்ளுக்குலாம் ப்ளூன்னு சொல்லுவாங்க. മോബി ജുബ്രു ജൂഡ് அதுக்கப்புறம் LS2 அதுக்கப்புறம் கிரேப் முடி கிரேப் ஹேர். സ്റ്റീവ് അല്ലേ അത്? സ്റ്റീവ് മറ്റേ ഇതല്ലേ വില്ലുവാ? വില്ലു പേര് 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 വിളിച്ചിട്ട് ഓർമ്മണ്ട അവര് വിളിച്ച? அவங்கக்குள்ள பேரே விழிக்கவே இல்லை. ചൂട്. ஆனா உங்க லீடர் மட்டும் நல்லா இருந்தாரு எனக்கு தெரிஞ்சாரு. அவர் நல்லா கிளீனா ஒரு மாஸ்க் போடல, எதுவுமே போடல. പോടല്ലേ? ஆமா. ഓടല്ല. പിന്നെ ബാക്കിയുള്ള രണ്ട് മൈത്തിക്കാണ് ഇതെല്ലാം പോട്ടിട്ട് പറഞ്ഞ നിന്റെ അടുത്ത്. നിന്നെ അറിയാമെങ്കി എന്നെ വെച്ച് ചെയ്തല്ലടാ എല്ലാരും കൂടി. இல்ல பிளாக் ஹுட்டி, அப்புறம் ஒருத்தர் பிளாக் ஹுட்டி போட்டிருந்தாரு. அதுக்கப்புறம் அதே போல மாஸ்க். പീറ്ററേ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്ത എത്ര പ്രാവശ്യം എന്റെ ജീവൻ പണയം വെച്ചെന്ന് നിനക്കറിയോ? നീ ഫസ്റ്റ് കോളില് നീ ഫസ്റ്റ് என்ன தெரியுமா சொன்னாங்க? சந்திரவன் எப்படியும் சாவடிச்சிருவான், நீ தான் தெரிஞ்சிச்சு அப்படின்னு. SRK ചോദിച്ചു നോക്ക്. നമ്മള് ജീവൻ പണയം വെച്ച് 2 തവണ നമ്മളവിടെ വന്നേതാ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട്. അയ്യോ, എനിക്കങ്ങനെ കൂടെ നിൽക്കുന്നവരങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സ്വന്തമായിട്ട് രക്ഷപ്പെടുന്ന സ്വഭാവം എനിക്കില്ലടാ എന്തായാലും. അതുകൊണ്ടാണ് നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ അവസാനം ഞാൻ എല്ലാം ട്രൈ ചെയ്തേ. അന്ന് ലാസ്റ്റ് ദിവസം ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്താണ് വാസവൻ അങ്ങോട്ട് വന്നത്. അതായത് നിന്നെ രക്ഷയോട് പുറത്തിറങ്ങുമ്പോഴത്തേക്കാണ് വാസവൻ അവിടെ വന്നത്. മനസ്സിലായ? പിന്നെ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഫുൾ കണക്ഷൻസ് ഓഫ്, ഒന്നുമില്ല, നോ ഇൻഫോ. அல்ல அது என்ன செய்வாங்கன்னா என்கிட்ட ஃபோன் வாங்கிடுவாங்க. நான் வந்து மொத்தம் என்கிட்ட 4 ஃபோன் வச்சுக்கிட்டு இருந்தேன். எப்பயுமே நான் நிறைய மல்டிபிள் ஃபோன் என் கையில் வச்சுட்டே சுற்றுவேன். அப்புறம் இவன் என்ன பண்ணான்னா, என் கூட வந்தவ வந்து கன்னு எடுத்துட்டு வந்துட்டான் உள்ள வரும்போது. இவனை கிட்னாப் பண்ணிட்டு வரும்போது அவன் என்ன செய்தானா, கன்னு லாக்கை வந்து ஷூட் பண்ணி இறங்கினா, நான் அப்படியே ஜம்ப் ஆக்கி அவட இறங்கி வந்தேன். அவன் என்ன சொன்னான்னா, அவங்க வரும்போது அவங்கள வெடி வச்சிடலான்னு பறஞ்சான். நான் பறஞ்சேன், அது போல செய்ய வேண்டாம், என்னதான் இருந்தாலும் சந்திரனோட ஃப்ரெண்ட்ஸு. இல்ல பரவாயில்ல. சந்திரனோட ஃப்ரெண்ட்ஸு, அதனால எதுவும் செய்ய வேண்டாம்னு சொல்லிட்டு இந்த பிரச்சனையை சாலாக்க நான் അവിടെ എസ്കേപ്പ് ആകണം. ഞാനൊരു കാര്യം ചെയ്യട്ടാടാ അതിൻ്റെ അടുത്ത്. നീ ശരിക്കും രക്ഷപ്പെട്ട ഒന്ന് തന്നെയാണോ? ஏதாவது ப்ராமிஸ் பண்ணணுமா இது மேல? കൂടുതൽ എന്ത് പ്രോമിസ് എല്ലാം പറഞ്ഞു കൊടുത്തു. വേണ്ട, എന്നാലും ഞാൻ ചോദിച്ചേ. എനിക്ക് ആ വാക്ക് മതി. ஓகே. இல்லை நான் அப்பவே உன்னை விழிக்கும் போது அவங்க எதிரில் சம்சாரிச்சவங்க கூட.
നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. 3 ഓപ്ഷൻ തരാം. ഒന്നല്ലെങ്കിൽ നീ இந்த സിറ്റിയെ വിട്ടേ നീ പോണം. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ നീ ഒസാമയുടെ കൂടെ മുത്തുവിനെ ഒസാമയുടെ കയ്യില കൊടുത്തേക്കണേ. ശരി. ആ ഒസാമ മുത്തുവിന്റെ കൂടെ പോയി നിക്കണം. ഓക്കെ. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വാസുവിനെ വിളിച്ചിട്ട് നീ പറയണം കോച്ച് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്.